ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൽ കാവിൽ കലശമാണ്. നീലേശ്വരം മന്നമ്പുറത്ത് കാവ് കലശ മഹോത്സവം. കലശ മഹോത്സവം എന്ന് പറയുന്നത് ഒരുവിധം കാസർഗോഡ്, കണ്ണൂർ ജില്ലക്കാർക്ക് അറിയായിരിക്കും, കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ നാട്ടിൽ, അതായത് കൊല്ലത്തിലെപ്പോഴും തെയ്യം നടക്കാറുണ്ട്. തെയ്യക്കോലങ്ങൾ, അതായത് തെയ്യത്തിൻ്റെ സീസൺ എൻഡ് ചെയ്യുന്നത്. തെയ്യത്തിൻ്റെ സമയത്ത് നമുക്ക് തുലാം 10-നാണ് എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ തെയ്യം ഓരോ ക്ഷേത്രങ്ങളിൽ കൊണ്ടാടുന്നത്. അപ്പോൾ ഉത്സവങ്ങൾ, കാര്യങ്ങൾ, അതിനൊക്കെ ഒരു എൻഡിങ് ആണ് നമ്മുടെ കലശം എന്ന് പറയുന്നത്, കലശ മഹോത്സവം. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, നീലേശ്വരം മന്നമ്പുറത്ത് കാവിലാണ്. സോ അത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. 2, 3, 4 കേട്ടോ. ഇന്ന് എന്ന് പറയുന്നത് തെയ്യം, ഇന്ന് വൈകുന്നേരമാണ് തെയ്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ചന്തയുണ്ടാവും, ഒരുപാട് ചന്തയുണ്ടാവും. അപ്പോൾ ചന്ത കറങ്ങലാണ് നമ്മളെ പരിപാടി. എല്ലാ വർഷവും കാവിൽ കലശത്തിന് പോയി ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊത്ത് പോകും, അല്ലെങ്കിൽ കസിൻസ് ആരെങ്കിലും കൂടെ പോയി ചന്തയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങും, വേണ്ടതും വേണ്ടാത്തതും. അങ്ങനെ ചെറിയ നമ്മുടെ എന്താ പറയുക, ചന്ത പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. നമുക്ക് A to Z ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ചന്തയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പോവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ എല്ലാ കൊല്ലം പോകാറുണ്ട്. അപ്പോൾ ഇത്തവണയും അവിടുത്തെ ചന്താവിശേഷങ്ങളൊക്കെ കാണാം. സോ നമുക്ക് പോയാലോ. സോ ഗൈസ്, നമ്മൾ കുറച്ച് സൈഡിലായി കാറ് പാർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ടേ നടക്കണം. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചളിപുളിയൊക്കെ ആയിരുന്നു റോഡ് സൈഡ്. എങ്കിലും ചന്തക്കൊന്നും ഒരു കൊഴുക്കും ഉണ്ടായിരുന്നില്ല. ഈ മഴയത്തും ചളിയിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ചന്തയിൽ കയറി ഓരോ ഇതിലായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇയറിംഗ് കളക്ഷൻസ് ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ
നിന്നിട്ട് ഒരുപാട് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം നോക്കിയാലായിരിക്കും ഒന്ന് കിട്ടുക. കാരണം നമ്മൾ ഒരുപാട് നോക്കുമ്പോൾ ഇല്ലേ ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്കെങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എനിക്കറിയില്ല, എനിക്കങ്ങനെ ഉണ്ടാവാറുള്ളത്. എപ്പോഴും നമ്മൾ കുറച്ച് കണ്ട ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒന്ന് വേഗം പെട്ടെന്ന് വാങ്ങാൻ പറ്റും. ഇതിൽ ഒരുപാട് കണ്ടിട്ട് എന്താ വാങ്ങേണ്ടതെന്നറിയില്ല. ഞാൻ 2-3-4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ പൈസ. ഞാൻ 5 എണ്ണമൊക്കെ ഒന്നിച്ചെടുത്തുകൊണ്ട് നല്ലോണം പൈസ നന്നായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. പിന്നെ ഈ ഒരു ചന്തയിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 ദിവസമാണ് നമ്മുടെ ഇവിടെ ചന്ത ഉണ്ടാവും. 3 ദിവസമല്ല, അതിലുണ്ടാവും അധികം. പക്ഷേ ഉത്സവം 3 ദിവസമാണ്. കലശ മഹോത്സവം നടന്ന 3 ദിവസമാണ്. അപ്പോൾ ഈ 3 ദിവസം ലാസ്റ്റാണ് ശരിക്കും ഇത് വിറ്റഴിക്കുന്നല്ല, ഇവർ ഇടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്തായാലും വാങ്ങാൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇനി ആൾക്കാർക്ക് പൈസ കുറച്ചിട്ട് നന്നായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് ചന്ത ഈ ഉത്സവം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഈ ചന്തയിലേക്ക് വരിക. കാരണം ആൾക്കാർ ഇതെടുത്തിട്ട് പോകുമ്പോൾ അവരെന്തായാലും കുറച്ച് പൈസ കുറച്ച് കൊടുക്കും. എന്തായാലും ലാസ്റ്റ് ടൈമല്ലേ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും അധികം ലാസ്റ്റ് ടൈമിലായിട്ടാണ് വന്നിട്ട് ഇങ്ങനെ നോക്കാം. പക്ഷെ ഇത്തവണ എന്തോ അറിയില്ല, അവരത് അറിയുന്നതുകൊണ്ടെന്നറിയില്ല, ഫസ്റ്റ് ടൈം തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയ സമയത്ത് നന്നായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അവർ. നല്ല റേറ്റ്, കഴിഞ്ഞ വർഷത്തെ ബെഡ്ഷീറ്റ് വാങ്ങിയത് അപേക്ഷിച്ച് എനിക്ക് ഇത്തവണ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ട് തന്നെ തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ നമുക്ക് സമയം പോകുന്നത് അറിയില്ല കേട്ടോ. ഇങ്ങനെ നടന്ന് ശരിക്കും ഓരോന്നിൽ കയറി ഇറങ്ങുമ്പോൾ ഭയങ്കര രസമാണ്. അതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ, എല്ലാവർക്കും ഒരുവിധം ഗേൾസിന് പറയാൻ വേണ്ട, നമ്മുടെ പർച്ചേസിങ് എന്ന് പറയുന്നത് അത് നമ്മളൊരു ഭയങ്കര വീക്ക്നെസ് തന്നെയായിരിക്കും. കാരണം അല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉത്സവ സീസൺ ആകുമ്പോഴേ അത് നമ്മുടെ തൊട്ടടുത്താകുമ്പോൾ ഇതിൽ കയറി ഇറങ്ങാൻ ടൈം ഉണ്ടാവും. കണ്ടത് വേണ്ടതും വേണ്ടാത്തതൊക്കെ വാങ്ങാൻ തോന്നും. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഉപയോഗപ്പെടുത്തുന്നതാണെന്ന് തോന്നുന്നു. കാരണം നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സെലക്ട് ചെയ്ത് നോക്കിയാൽ നല്ല ഒക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടും, ക്വാളിറ്റി സാധനം തന്നെ. പക്ഷെ നമ്മളതുപോലെ തന്നെ സെർച്ച് ചെയ്ത് നമ്മൾ കുറച്ച് സമയം എടുക്കണം എന്ന് മാത്രം. കുട്ടികളെയും കൊണ്ട് നടന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല, നിങ്ങൾക്ക് ഇതിനൊക്കെ ടൈം ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളെ വീട്ടിലാക്കി ശരിക്കും കുറച്ച് നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഓരോന്നായിട്ട്. ആ ഒരു പച്ചേനെ എടുക്ക്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ടോപ്പില്ലേ, ഇത് ഞാൻ 3 ദിവസമായിട്ട് കലശ ചന്തക്ക് വന്നിട്ട് നോക്കി വെക്കുന്ന ടോപ്പാണേ.
പക്ഷേ ആ ചങ്ങായി ഇത് എത്ര പറഞ്ഞിട്ടും ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കടയിലത്തവർ ഡിസ്കൗണ്ട് ചെയ്ത് ഇവരെങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജീൻസിന് പലാസക്കിലിടുന്ന നമുക്ക് ഷോർട്ട് ടോപ്പാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് എങ്ങനെയെല്ലാം വിചാരിച്ച് ഞാനത് കഷ്ടപ്പെട്ട് 350ക്കാണ് കേട്ടോ എനിക്ക് തന്നത്. അത് 350ക്ക് ഞാനത് എടുത്തു. ഇതുപോലെ ഒരു ചന്തയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഉത്സവം ആണ് നമ്മുടെ ചിമേനി മുണ്ടിയ കളിയാട്ടം. 14 ദിവസം 14 ദിവസമുണ്ട്. അതിൽ ഇതേപോലെയാണ് ഒരുപാട് ഷോപ്പിൽ ഇങ്ങനെ ചന്ത പോലെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക്. നിങ്ങളുടെ പുറത്ത് കാണുന്നവർക്ക് എങ്ങനെയാണ് ഇതിനെ അറിയാമെന്നറിയില്ല. സ്ട്രീറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നതല്ലേ. ഇത് ശരിക്കും നമ്മുടെ ഒരു ഉത്സവ സീസണിൽ മാത്രം ഉണ്ടാകുന്നൊരു സംഭവമാണ്. അതും ഇത്രയും വലിയ ഒരു ഷോപ്പിംഗ് ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ നാട്ടിൽ മാത്രമേ ഉള്ള ഉത്സവങ്ങൾക്ക് മാത്രമേ കാണുള്ളൂ. അതും ഒരു ടൈം മാത്രം. പിന്നെ എന്തെങ്കിലുമൊക്കെ സീസൺ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ ചന്ത അങ്ങനെയാണ് പറയാറുള്ളത്.
ശില്പജാതിരി തുളുമ്പുന്ന തിരുമുടിയും ചിലമ്പണിക്കാരിൽ നൃത്തഭംഗിയോർന്നിറങ്ങുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുവിധം കുറേയെല്ലാം ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല. കുറേ കംപ്ലീറ്റ് ഒരുപാട് ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മൾ ഓരോന്ന് കയറി ഇറങ്ങി സാധനം വാങ്ങിയിട്ട് അപ്പോൾ പറ്റുന്നതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ചന്ത കറങ്ങാൻ. ഒരു 2 മണിക്കൂർ സമയം തന്നതുകൊണ്ട് വീട്ടിൽ കുട്ടികളാക്കിയിട്ട് വന്നതുകൊണ്ട് 2 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ മാക്സിമം കയറാവുന്നതൊക്കെ കയറി ഒരുവിധം എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം ഇനി പാർട്ട് 2 ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിയതെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവും കൊല്ലത്തിൽ കലശം എന്ന് പറയുന്ന കാവേരി കലശം ഈ ഒരു ജൂൺ 1 ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും മാക്സിമം വരാൻ നോക്കുക. വന്നിട്ട് എന്താ വെച്ചാൽ നോക്കിയിട്ട് വാങ്ങുക. നല്ലതാണ് കേട്ടോ, ഒരുപാട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ബെഡ്ഷീറ്റൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ വിചാരിക്കുന്ന നല്ല കോട്ടൺ ബെഡ്ഷീറ്റൊക്കെ ചെറിയ റേറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.